പെൺകുട്ടിയെ കയറിൽ കെട്ടിവലിച്ച് കന്യാസ്ത്രീകൾ, കാൽക്കീഴിൽ കോൺഗ്രസ് നേതാക്കൾ, പരിഹാസ പോസ്റ്റുമായി ബിജെപി. സോഷ്യൽ മീഡിയയിൽ കന്യാസ്ത്രീകളെയും കോൺഗ്രസിനെയും പരിഹസിച്ച് ഛത്തീസ്ഗഡ് ബിജെപിയുടെ പോസ്റ്റ് പ്രചരിച്ചത് ഇന്നലെയാണ്. പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. രണ്ട് കന്യാസ്ത്രീകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ കഴുത്തിലും കയ്യിലും കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്നതും കന്യാസ്ത്രീകളുടെ കാൽക്കീഴിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും മുട്ടിലിഴഞ്ഞു നിൽക്കുന്നതുമാണ് ചിത്രത്തിലുള്ളത്. മനുഷ്യക്കടത്ത് നടത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ചിത്രമാണ് ഈ പോസ്റ്റിലൂടെ ഛത്തീസ്ഗഡ് ബിജെപി ഘടകം പങ്കുവച്ചതെന്നാണ് ആക്ഷേപമുയരുന്നത്. മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും കോൺഗ്രസ് പാർട്ടി നൽകുന്ന പിന്തുണയെ പരിഹസിക്കുക കൂടിയാണ് ചിത്രത്തിലൂടെ ബിജെപി പങ്കുവെക്കുന്നത്. ചിത്രം പോസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ബിജെപി പോസ്റ്റ് പിൻവലിച്ചു. 9 ദിവസമാണ് മതപരിവർത്തനമെന്ന കുറ്റം ആരോപിക്കപ്പെട്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നത്. അറസ്റ്റിലായിരുന്ന സമയത്ത് കന്യാസ്ത്രീകളോട് ക്രിമിനലുകളോടെന്ന പോലെയാണ് പെരുമാറിയതെന്നും ഇതിന് ബിജെപി കൂട്ടുനിന്നെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആരോപിച്ചിരുന്നു. മതസ്പർദ്ധ വളർത്തുന്നവർ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തുകയാണെന്നും ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നടന്ന സംഭവമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ ഛത്തീസ്ഗഡ് സർക്കാർ അഭിഭാഷകർ ശക്തമായി വാദിച്ചു. കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നായിരുന്നു അവരുടെ ആവശ്യം. ബജ്രംഗ് ദൾ അഭിഭാഷകരും സമാനമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും സതീശൻ പറഞ്ഞു. കൊലക്കുറ്റം ചെയ്തവരെ പോലെയാണ് കന്യാസ്ത്രീകളെ അവർ പരിഗണിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവത്തിൽ ബിജെപി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളും ഒത്തുകളിച്ചതായി സതീശൻ ആരോപിച്ചു. കഴിഞ്ഞ 365 ദിവസത്തിനിടെ ക്രൈസ്തവർക്കെതിരെ നടന്ന 834ാമത്തെ ആക്രമണമാണിതെന്നും സതീശൻ വെളിപ്പെടുത്തി. ഈ സംഭവം ബിജെപിയുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടിയെന്നും ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നുമുള്ള തെറ്റായ കേസുകൾ ചുമത്തിയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും സതീശൻ ആശങ്ക പ്രകടിപ്പിച്ചു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ നിയമപരമായ സഹായങ്ങൾ നൽകിയ എംഎൽഎമാരായ റോജി എം ജോണിനും സജീവ് ജോസഫിനും അദ്ദേഹം നന്ദി പറഞ്ഞു. കേരളത്തിലെ ബിജെപി നേതാക്കൾ കുറെ കാലമായി അരമനകൾ കയറിയിറങ്ങുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെയാണെന്ന് 2023 ക്രിസ്മസ് കാലത്ത് പ്രതിപക്ഷ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സതീശൻ ഓർമ്മിപ്പിച്ചു. കേക്കുമായി അരമനകളിലെത്തിയ അവരുടെ ഉദ്ദേശം കബളിപ്പിക്കലായിരുന്നുവെന്ന് ഇപ്പോൾ വൈദികരും സമ്മതിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായതുകൊണ്ടാണ് സഭാ നേതൃത്വം ബിജെപി നേതാക്കളെ കണ്ടത്. എന്നാൽ ഇപ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മനുഷ്യരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ നാടകം കളിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും PCC പ്രസിഡന്റും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതുവരെ അവർക്കൊപ്പം നിന്നു. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ സന്ദർശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ സമരം നടത്തി. എംപിമാരുടെ 2 സംഘം ഛത്തീസ്ഗഡിലെത്തി. ഛത്തീസ്ഗഡിലെ നേതാക്കൾ ഒപ്പമുണ്ടോ എന്ന് ചോദിച്ച കേരളത്തിലെ ബിജെപിക്ക് മറുപടി നൽകുകയായിരുന്നു സതീശൻ. ഭൂപേഷ് ബാഖേലുമായി താനും ഫോണിൽ സംസാരിച്ചതായും കോൺഗ്രസ് മുഖ്യമന്ത്രി അവിടെ നേരിട്ട് ഇടപെട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് കോൺഗ്രസിന്റെ കാപട്യമില്ലാത്ത നിലപാടാണെന്നും സതീശൻ പറഞ്ഞു.